സർക്കാർ ജീവനക്കാർക്കായി പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. അവസാന വർഷത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് പുതിയ പദ്ധതി. അടുത്ത വർഷം ഏപ്രിൽ 1 ഈ പദ്ധതി നിലവിൽ വരും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ? വിജയകുമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടൊരു നീക്കം അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് ഒരു അനുമതി ലഭിക്കുന്നത്. തുടർന്ന് ആ പദ്ധതി പ്രഖ്യാപനവും കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുകയാണ്. 23 ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന വാദം. എന്തായാലും ആ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2025 ഏപ്രിൽ 1 മുതലായിരിക്കും പദ്ധതി നടപ്പിലാവുക, പ്രാബല്യത്തിൽ വരിക. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം ഉന്നയിക്കുകയും അതിന് അനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. പുതിയ പെൻഷൻ പദ്ധതി പ്രകാരം ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ 50% ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. വിവിധ പെൻഷൻ സാഹചര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ഏകീകൃത പെൻഷൻ പദ്ധതിയാണ് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ പദ്ധതി അടുത്ത വർഷം 2025 ഏപ്രിൽ 1 നിലവിൽ വരുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ.